ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇനി മൊഡ്യൂൾ 3 ആണ് നമ്മൾ എത്തിയത് അല്ലെ. മൊഡ്യൂൾ 3 നമ്മൾ ലാസ്റ്റ് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് മൊഡ്യൂൾ 3 ലാസ്റ്റ് ഭാഗമല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിന്റെ ലാസ്റ്റ് ഭാഗം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പിന്നെ ബാലൻസ് ഷീറ്റും അടങ്ങുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബാലൻസ് ആയിരിക്കണം. അതായത് ഡെബിറ്റ് സൈഡും അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് കിട്ടിയിരുന്നത്. പിന്നെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും ഓർഡർ ഓഫ് പെർമനൻസും. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർഡറിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതേപോലെ പെർമനൻസ് ഓർഡറിലും പ്രിപ്പയർ ചെയ്യാം. എന്താണ് ബാലൻസ് ഷീറ്റ്? ഇതൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അതായത് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബിസിനസ്സിലുള്ള അസറ്റ്സും ലാബിലിറ്റീസും എത്രത്തോളം ഉണ്ട്, ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിന് അതേപോലെ തന്നെ 4 കോളംസ് ആണ് വരുന്നത്. ബാലൻസ് ഷീറ്റിന്റെ കോളംസ് എന്ന് പറയുന്നത് ഇത് ലാബിലിറ്റി സൈഡ്, ഇതെന്താണ് അസറ്റ് സൈഡ് ആണ്. ലാബിലിറ്റി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ലാബിലിറ്റി? നമ്മുടെ ബിസിനസ്സിന് വരുന്ന കടബാധ്യത അല്ലെ. അതായത് ബിസിനസ് ഇപ്പോൾ ഒരു ലോൺ എടുത്തെന്ന് വിചാരിച്ചോ, ആ ലോൺ എന്താണ്? ഒരു ലാബിലിറ്റി ആണ്, തിരിച്ചടക്കേണ്ടതാ അല്ലെ. പിന്നെന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ ഒരു ലാൻഡ് വാങ്ങി അല്ലെങ്കിൽ ഒരു മെഷീനറി വാങ്ങി ബിസിനസ്സിന് വേണ്ടി, ഒരു ബിൽഡിംഗ്, ഇവിടെ ഒരു ബിൽഡിംഗ് നമ്മൾ എടുത്ത്, ഇതൊക്കെ എന്താണ്? ബിസിനസിന്റെ അസറ്റ് ആണ്. ലാബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ബിസിനസ്മാൻ എന്താണ്, നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് എന്തെന്ന് പറയുന്നത്, ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക ലിക്വിഡിറ്റി ഓർഡർ ആണ്. പെർമനൻസി ഓർഡറിനെക്കാട്ടും നമ്മൾ കൂടുതലായിട്ട് ലിക്വിഡിറ്റി ഓർഡർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാല് convertibility of asset into cash. Liquidity means convertibility of asset into cash. അതായത് അസറ്റിനെ നമുക്ക് എത്ര പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാം, ആ ഒരു ഓർഡർ. അതായത് ഇപ്പൊ ക്യാഷ് ആണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്, നിങ്ങൾക്ക് അറിയാലേ. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്താണ്? ക്യാഷ്. അത് കഴിഞ്ഞിട്ട് ക്യാഷ് ഇൻ ബാങ്ക്, അങ്ങനെ പിന്നെന്താണ് നമുക്ക് ചെക്ക്, അങ്ങനെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അത് ആദ്യം കൊടുക്കുക. അതാണ് അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. In this method, liquidity method, asset of highest liquidity is written first and rare follows and so on. അതായത് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം നമ്മൾ ഏറ്റവും മുകളിൽ എഴുതണം, എന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുക. ഇവിടെ നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. പിന്നെ ഡെപ്റ്റേഴ്സ്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെ നമ്മൾ ആ ഒരു ഓർഡർ. ഓക്കെ, ഈ ഒരു ഓർഡർ മസ്റ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്നില്ല, അത്രയും കിട്ടാതാവുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഓർഡർ സ്കിപ്പ് ചെയ്യേണ്ടുള്ളൂ. അപ്പോ ഇനി നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഹെഡിങ് ആണ്. ഹെഡിങ് എന്താണ്? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതെന്ത് ചെയ്യാ? കൃത്യമായിട്ട് അവിടെ ഡേറ്റ് കൃത്യമായിട്ട് എഴുതണം. ഫോർമാറ്റിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഫോർമാറ്റിന് അക്കൗണ്ടൻസിയിൽ മാർക്ക് ഉണ്ട്. ഒരു മാർക്കിന് ഒരു മാർക്ക് ഫോർമാറ്റിന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഫോർമാറ്റും ഈ ഹെഡിങ്ങും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർക്ക് നിങ്ങൾക്ക് പാസ്സാവാൻ ഒരു മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ്. ഇത് ലാബിലിറ്റി സൈഡ്, ഇത് അസറ്റ് സൈഡ്. ലാബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, പിന്നെന്താണ് ക്യാപിറ്റൽ. ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും കേട്ടോ. ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടല്ലോ അത് മൈനസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, ദെൻ മോട്ടോർ കാർ ഒരു അസറ്റ് ആണ്. ഇനി ഫർണിച്ചർ, മെഷീനറി, ബിൽഡിങ് എന്തും ഇവിടെ വരാം.
പ്ലാന്റ് ആൻഡ് മെഷീനറി. P&M എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്, ഷോർട്ട് ആക്കിയതാണ്. അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മളുടെ ക്വസ്റ്റ്യന്റെ അകത്തുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് ആണോ ലാബിലിറ്റി ആണോ എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ ഇവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ട് സൈഡും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താവണം, ഈക്വൽ ആയിരിക്കണം എമൗണ്ട് എന്ന് പറയുന്നത്. എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം നിങ്ങളുടെ എമൗണ്ട്. അപ്പോഴാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയെന്ന് നമ്മൾ പറയാം. ഇനി ഇതിന്റെ അകത്ത് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് പ്രോബ്ലത്തിന്റെ അകത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. ജസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനേ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങളുടെ ബുക്കിന്റെ അകത്ത് അതിന്റെ എന്താ പറയാ തിയറി പാർട്ട് ഉണ്ട്. പക്ഷെ തിയറി നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോബ്ലം സൈഡിലേക്ക് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. അപ്പൊ രണ്ട് സൈഡിൽ ഏതൊക്കെയാ വരിക എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടൻസിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അതായത് ഈ സാധനങ്ങൾ ഈ ഭാഗത്താണ് വരിക, ഇത്രയും ഐറ്റംസ് ഈ ഭാഗത്താണ് വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളെ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ടൈം കണ്ടെത്തി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വേറൊരു തിയറി പേപ്പർ പോലെ നിങ്ങൾ അത് വായിച്ച് കഥാ ബുക്ക് വായിക്കുന്ന പോലെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അക്കൗണ്ടൻസി മൈൻഡിൽ നിൽക്കൂല. ഒന്നിട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കാം. അപ്പൊ എന്തായാലും ബാലൻസ് ഷീറ്റിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റും പഠിച്ചു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്.